മാഷാ അല്ലാ, ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. ഓന് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ ലോക്കൽ മൗലവിമാരല്ലോന്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഉലമാക്കളിൽ നിന്ന് കൃത്യമായി പഠിച്ച് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും ആയത്തും ഹദീസും ഈ വിഷയകമായി വന്ന ഉലമാക്കളുടെ ഉദ്ധരണിയും അതിൽ നമുക്ക് യോജിക്കാവുന്നതും നമുക്ക് യോജിക്കാൻ പറ്റാത്തതും കൃത്യമായി പറയുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു 40 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ, ഇതെൻ്റെ അനുജനായിട്ട് പറയല്ല, സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിച്ച ഒരാലിമും കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൽ ഉണ്ടായിട്ടില്ല. കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുജൻ ഒരുപാട് ആളുകളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സുന്നത്തുകൾ അവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും ഇന്നെന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് കേരള ജനത കേൾക്കുന്നത് മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് എൻ്റെ അനുജനിൽ നിന്നാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പിഞ്ഞാണത്തിൽ എഴുതാതെ പ്രസംഗിച്ച സിറാജ് ബാലുശ്ശേരിയല്ലേ? ഖുർആൻ ഓതി വെള്ളം കുടിക്കാന്ന് പറഞ്ഞ മൂപ്പറല്ലേ? കണ്ണേറിൻ്റെ ചികിത്സ വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു പണ്ഡിതൻ്റെ ഒരു ഉദ്ധരണി കൂടി കൂട്ടിയാൽ എന്താ? കണ്ണേറിന് ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകണം, അത് ഇന്ന ആളെ കണ്ണാ തട്ടിയെന്ന് അറിഞ്ഞാൽ അയാൾ ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകി കൊടുക്കും. സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്, അംഗീകരിച്ചോളി. പക്ഷേ ആ കുളി ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏത് സ്വഹാബിയെ നടത്തിയേ? വഹിയിലെ നബിക്കല്ലാതെ കണ്ണേറോ സിഗറോ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കുളിക്കുക? ഇന്ന ആളാന്ന് എങ്ങനെ പറയുക? അപ്പോൾ ഹദീസിനെ ബഹുമാനിക്കുക. ഹദീസ് തട്ടിക്കളയേണ്ട ആവശ്യമില്ല. അതിന് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കൃത്യമായ ഒന്നില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിലോ നിങ്ങൾ കുളിച്ചോളി, ഒന്നെടുത്തെടുത്തോളി. പക്ഷെ അതിലെവിടെ കോണകം കഴുകിയിട്ടാണ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത്? വൃത്തിയുടെ മതമായ ഇസ്ലാം മറ്റുള്ള മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയെക്കാളും തോന്നിയാസല്ലേ നിങ്ങൾ പറഞ്ഞത് സിറാജ് ബാലുശ്ശേരി? നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം, മന്ത്രിക്കാം. ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട്. ആ വഴിയാണ് വഹുവൽ ഇസ്തിഗ്സാൽ, കഴുകാൻ ആവശ്യപ്പെടൽ. അങ്ങനെ കഴുകൽ വഹിയ അൻ യുഅ്താ ബിൽ ആഇൻ. അതെങ്ങനെയാണ്? കണ്ണേറ് ആരുടേതാണോ തട്ടിയത് അയാളെ കൊണ്ടുവരിക. വയുത്ലബു മിൻഹു അൻ യതവദ്ദ, വുളു എടുക്കാൻ ആവശ്യപ്പെടുക. സുമ്മ യുഖദു മാ തനാസറ മിനൽ മാഇ മിൻ അവാഇ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക. വയുസബ്ബു അലൽ മുസാബ് വയശ്റബു മിൻഹു വയബ്റഉ ബിഇദ്നില്ലാ. അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം. ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അല്ലാഹു മറ്റൊരു വഴിയുണ്ട്. എന്താണത്? വലാ മാനിഅ മിൻഹാ അയ്ളൻ, അതിനും തടസ്സമൊന്നുമില്ല. വഹിയ അൻ യുഖദ ശൈഉൻ മിൻ ശിആരിഹി, അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി. ഐ മാ യലി ജിസ്മഹു മിന സിയാബി കസ്സൗബി വത്താഖിയ്യ വസ്സിർവാൽ വഗൈരിഹ. അയാൾ ഉപയോഗിച്ച, കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇസാർ അടിയിലൊടുക്കുന്ന തുണി, ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ്. പ്രത്യേകമായ രീതിയാണ്. അതിനെ വുളൂമായി കണക്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും, ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും, മറ്റാർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും. അമുസ്ലിമീങ്ങളാണ്, അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും. ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. പിന്നെ ചെറിയൊരു തിന്മ, ഒരു ചെറിയ ഷെർ ചെയ്യുന്നത് കുഴപ്പമില്ല. വലിയ ഷെറെന്താ കണ്ണേറ്? അത് തട്ടി ആളെന്നെ ജീവൻ പോണ അവസ്ഥയാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കും, അള്ളാന്റെ ഖദറിനെ മുൻകിടക്കുമ്പോൾ കണ്ണേറ് മുൻകിടക്കും. സ്വഹീഹ് ഹദീസാണ്. കണ്ണേറ് നിങ്ങളെ പിന്നെന്താണ് ചട്ടിയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. ഇതൊക്കെ ഹദീസ് വന്നതാണ്. എന്ന് വിചാരിച്ചിട്ട് ഇന്നാളെ കണ്ണ് തട്ടിയത് എങ്ങനെ നമുക്കറിയാം? എങ്ങനെ ഒതുക്കാൻ പറയാം? അത് പ്രാക്ടിക്കൽ തിയറിയായിട്ട് എങ്ങനെ കൊണ്ടുവരിക? അപ്പോൾ ഹദീസ് നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ ഗവേഷണം നടത്തി അതിന് പല പണ്ഡിതന്മാരെ കൗലുദ്ധരിച്ച് അവസാനം ഈ കോലത്തിലുള്ള പല പണികളും പറഞ്ഞു. അവന് ദീർഘായുസ്സുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ഹൽ സ്വഹീഹുൻ അന്ന ഇസ്ഖാത്തൽ മർഅതി ലിൽ ജനീൻ ഹുവ മിനൽ ജിന്നി വശയാത്തീൻ. ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു. ഇതിൽ ജിന്നിന് ശൈത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? നഅം, അതേ, പങ്കുണ്ട്. ഖദ് തുഅസ്സിറു ശയാത്തീൻ, പിശാചുക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. തദ്രിബു ബത്നൽ മർഅ വതുസബ്ബിബു സുഖൂതൽ ജനീൻ, സ്ത്രീയുടെ വയറിന് പിശാച് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇദാ ഖാഫത്തിൽ മർഅതു മിനശ് ശയാത്തീൻ ഫഇന്നഹും യദുറൂനഹ, വല്ലാതെ പിശാചിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാച് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ഫഇന്നഹും യദ്രിബൂനഹാ വയുസ്ഖിതൂന ഹംലഹാ ഔ യഖ്തുലൂനഹു, അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ ക്യാരിയിങ്, ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു. ഔ യഖ്തുലൂനഹു, ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശൈത്താൻ കാരണമായി തീരുന്നു.